10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് നമ്മുടെ ബുർജ് ഖലീഫ ചുറ്റുമുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വില നമ്മൾ മറച്ചു വെക്കുമ്പോൾ, അതായത് മറ്റൊരാൾക്ക് വിൽക്കുന്ന ടൈമില് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റർ ആയിട്ട് കണ്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വിൽക്കുന്ന ടൈമില് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാമോ? വലിയൊരു ശതമാനം പ്രോഫിറ്റ് തന്നെ അവർക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും അറിയില്ലായിരുന്നു ആ ഒരു ടൈമില് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ലക്ഷപ്രഭോ കോടീശ്വരനാവാൻ പറ്റുമായിരുന്നു. അപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഇതിന്റെ കാര്യമില്ല. ഇനി വരാൻ പോകുന്നത് നമുക്ക് എന്തിലാണ് അല്ലെങ്കിൽ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്താണ്, ഗ്യാരണ്ടി എന്താണ്, നമുക്ക് കയ്യിൽ എത്ര രൂപയുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പറ്റും, ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, മീ ദ വ്ലോഗർ. ഞാൻ ഷാരോസ് കെ. ഇപ്പൊ ദുബായിലെ റിയൽ എസ്റ്റേറ്റിലുള്ള ഒരു മല്ലു ബ്രോക്കറാണ് ഞാൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത് അരാധ ഡെവലപ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി കേട്ടിട്ടില്ലെങ്കിൽ, അരാധയാണ് ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്പർ. അപ്പൊ ഇവരുടെ ഒരു പ്രോജക്റ്റ് ആണ് അൽജാദ. ബുർജ് ഖലീഫ ഇരിക്കുന്ന സ്ഥലമില്ലേ, അത് പണ്ട് ഇത്രയും വലുതായി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കില്ല. അവിടെ ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റീസും അങ്ങനെയുള്ള ബിൽഡിങ്സ്, നമുക്ക് എന്തൊക്കെയാണ് സംഭവം എനിക്ക് തന്നെ പിടിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നു, ടൂറിസ്റ്റ് വന്നു, അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് അത് മാറി. അപ്പൊ ആദ്യം അവിടെ താമസിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യം അപ്പാർട്ട്മെന്റ്സ് വാങ്ങി അല്ലെങ്കിൽ അവിടുത്തെ ഷോപ്സ് ബുക്ക് ചെയ്തിരുന്നവർക്ക് ഇപ്പൊ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വരുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി. 24 മില്യൺ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഏരിയയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ്, അത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല, ഷാർജയിലെ ഏറ്റവും വലിയ മോൾ വരുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. വർഷങ്ങളായി റെന്റൽ അപ്പാർട്ട്മെന്റ്സിൽ സ്റ്റേ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലായിട്ട് എൽ തിയേറ്റർ റെസിഡൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ തന്നെയാണ് UAE സെക്കൻഡ് ലാർജസ്റ്റ് മ്യൂസിയം വരുന്നത്. ഇതിനൊക്കെ പുറമെ ദുബായ് ഡൗൺ ടൗണിൽ ജീവിക്കുന്നതിന്റെ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ 1 BHK, 2 BHK ആൻഡ് 3 BHK അപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ 30% ഫുള്ളി ഡെവലപ്ഡ് ആണ്. അതിൽ തന്നെ 90% ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. UAE സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമായി തീരാതെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമല്ല ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. സ്കൂൾസ്, ഹോസ്റ്റൽസ്, സിറ്റി വാക്ക്, പാർക്സ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് ഒരു പ്രീമിയം ലുക്ക് തന്നെയുണ്ട് അല്ലേ? പ്രീമിയം ആയിട്ട് തന്നെയാണ് അവരെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ട് തന്നെ നല്ലൊരു ക്യാച്ചി ആയിട്ട് തോന്നുന്നു. അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. അപ്പൊ നേരിട്ട് വരാനും ഈ ഒരു ഡെമോ കാണാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സിന്റെ ലേഔട്ടും കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ ഗൈസ്, ഇത് ഷാരോസ് കെ സൈനിങ് ഓഫ് ഫ്രം മീ ദ വ്ലോഗർ. ബൈ ഗൈസ്.